യെസ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂക്കോഡ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി എക്സാം, ഡിസംബർ എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എക്സാം അത്ര ഒരു സിമ്പിൾ ആയിട്ട് പറയണ്ട, എങ്കിലും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് റേഞ്ച് ആണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കാനുള്ള ഒരു ലേണിംഗ് ലെസൺ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, വേണ്ട ചേഞ്ചസ് വരുത്തുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക. ഓക്കെ, അത്ര മാത്രം കണക്കാക്കുക. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ആൻസർക്ക് നോക്കാം അല്ലേ. നോക്കടാ, ലിക്വിഫൈഡ് അമോണിയ എന്താ മക്കളെ, ലിക്വിഡ് അമോണിയ അല്ലേ. യെസ്, അത്രേ ഉള്ളൂ. പ്രഷർ കൂട്ടിയാൽ എന്ത് ചെയ്യും, അമോണിയ ലിക്വിഡ് ആക്കും, ലിക്വിഡ് അമോണിയ. ഇനി ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലി ഈസ് C2H2. ആൽക്കൈൻ YN അല്ലേ മക്കളെ. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ആരാ വരിക നോക്കടാ, നമുക്ക് ജസ്റ്റ് സ്ട്രക്ചർ എന്ന് വരക്കാം. C∭BC വരും. ഇതാരാ മക്കളെ, ആൽക്കൈൻ ഫാമിലിയിൽ വരുന്ന ഒന്നാമത്തെ ആള്. അപ്പൊ C2H2. ഓക്കെ അല്ലേ. ഇൻ ലാന്തനോയിഡ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഏതാ മക്കളെ, 4f സബ്ഷെല്ല്. നമുക്കറിയാം അല്ലെ, 4f ആര് വരിക, ലാന്തനോയിഡ്സ് വരുന്നത്. ഇനി വിച്ച് മിനറൽ ഓഫ് അയേൺ ഈസ് നോൺ ആസ് ഫൂൾസ് ഗോൾഡ്. എടാ, എന്താ ഫൂൾസ് ഗോൾഡ് പറഞ്ഞാല്, അതായത് ഈ അയേൺ പൈറൈറ്റ്സ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അയേൺ പൈറൈറ്റ്സിന് കാരണം അതിനൊരു ഗോൾഡൻ നിറമാണ്. അപ്പൊ നമുക്ക് ചില ആളുകൾ ഗോൾഡാണ് തെറ്റിദ്ധരിച്ച് പോകും. അപ്പോൾ ഗോൾഡ്, ഫൂൾസ് ഗോൾഡ്, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വ്യക്തമായിട്ട് വായിച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ഓരോരോ പോയിന്റ്സ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ SSC എക്സാമിന് പോകുന്നതിന് മുമ്പ് എങ്കിലും എന്ത് ചെയ്യുക, ഒരു 3 ടൈംസ് വ്യക്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ അതൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, ഇനി വിച്ച് ഈസ് ദ മെറ്റൽ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഡ്യൂറിംഗ് ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് ആൻ അയേൺ ബാങ്കിൾ വിത്ത് ഗോൾഡ്. അല്ലെ, ഗോൾഡുമായിട്ട്, ഇത് ഗോൾഡാണ്, ഗോൾഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗോൾഡിനെ പൂശാണ് എന്തുമ്പോൾ നമ്മുടെ അയേൺ ബാങ്കിളും. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയാണ് വരേണ്ടത് അല്ലെ. ഇതാണ് ഗോൾഡ്, അതായത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് ആര് ഘടിപ്പിക്കണം, ഗോൾഡിനെ ഘടിപ്പിക്കണം. ഓക്കെ, സെറ്റ്. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ദർ ആർ 2 ഇലക്ട്രോൺസ് ഇൻ ദ 3D സബ്ഷെൽ ഓഫ് an element X. അല്ലെ, റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് X. നോക്കടാ, നമുക്ക് പറയാൻ പറ്റും 3Dയിൽ 2 വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആദ്യം വരണ്ടേ, അതായത് 1s2 2s2 2p6 3s2 3p6 4s2 3d2. എന്നാൽ മാത്രമേ 3Dയിലേക്ക് 2 ഇലക്ട്രോൺ വരുള്ളൂ. സെറ്റാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ഓഫ് എക്സ്. എടാ, എക്സിന്റെ ഗ്രൂപ്പ് കാണാൻ വേണ്ടി പറഞ്ഞു. ഏത് എലമെന്റാ, ഡി ബ്ലോക്ക് എലമെന്റ് ആണ് എക്സ് വരുന്നത്. അപ്പൊ ഡി ബ്ലോക്കുകളുടെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കാണാം, അവസാനത്തെ 4sലെയും 3Dയിലെയും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യും. അപ്പൊ പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, എസിൽ എത്ര ഉണ്ട് മക്കളെ, 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഡിയിലോ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ടോട്ടലി 2 + 2 = 4 ഇലക്ട്രോൺസ് എന്ന് വരും. സോറി, അതാണ് എന്ത് വരിക, നമ്മുടെ 4th ഗ്രൂപ്പിലാണ് ആര് വരുന്നത്, എക്സ് വരുന്നത്, 4th ഗ്രൂപ്പിൽ. ഓക്കെ, സെറ്റ്. ഇനി അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ അല്ലെ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. നോക്കടാ, മെയിൻ ചെയിൻ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം, ഇതല്ല മെയിൻ ചെയിൻ. കാരണം ഇവിടെ വെറും 1 2 3 4 കാർബൺസേ വരുന്നുള്ളൂ. അപ്പൊ ഏതാണ് സാർ മെയിൻ ചെയിൻ, നോക്കടാ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് എന്ത് വരും, 1 2 3 4 5 വരുന്നുണ്ട്. അപ്പൊ ഏതാ മെയിൻ ചെയിൻ, ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദ മെയിൻ ചെയിൻ ഈസ് 5 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. നോക്കടാ, ഇത് ബ്രാഞ്ച് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് IUPAC നെയിം എന്ന് പറയാൻ പറ്റും. എത്രാമത്തെ കാർബൺ ബ്രാഞ്ച് വരുന്നത്, 1 2 3. മുകളിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3, താഴെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3. അപ്പൊ എന്തായാലും 3rd കാർബണുകളാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അപ്പൊ എന്ത് വരും, 3. ഇനി ഏത് ബ്രാഞ്ചാ, ഈതേൽ ബ്രാഞ്ച് ആണോ മീതേൽ ബ്രാഞ്ച് ആണോ, മീതേൽ ബ്രാഞ്ച്. 3 മീതൈൽ 1 2 3 4 5. അപ്പൊ എന്ത് വരും, പെന്റ് എയ്ൻ അല്ലെ, തന്നെയാണ് വരിക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. യെസ്. ഇനി വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. മോൾട്ടൺ ആയ സോഡിയം ക്ലോറൈഡ് ആർക്കും മക്കളെ, Na+ ഉണ്ട്, Cl- ഉണ്ട്, നമുക്കറിയാം. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാത്തോഡ്. എടാ, കാത്തോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലേ, അങ്ങോട്ടേക്ക് ആരാ പോവുക, പോസിറ്റീവ് ആയ ആൾ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, വേണ്ട ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്താവും, ആ മെറ്റലായിട്ട് മാറും. അതായത് പോയിട്ട് അയോൺ പോയിട്ട് സോഡിയം മെറ്റലായിട്ട് മാറുന്നുണ്ട്. എവിടെ, കാത്തോഡില്. ഓക്കെ, സെറ്റാണ്. യെസ്. ഇനി സെറ്റൻ റോഡ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞ ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആട്ടോ, മെജോറിറ്റി ക്വസ്റ്റ്യൻസും ലൈവിൽ അതേപോലെ ഡിസ്കസ് ചെയ്തത്, അതുപോലെ കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെറ്റൻ റോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഓൺ ദ സർഫസ് ഓഫ് സെറ്റൻ റോഡ്. നമുക്കറിയാം കോപ്പർ അയമ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റഡ് ആയിട്ട് നിൽക്കും. അതായത് ഒരു ചെമ്പിന്റെ എന്താ പറയാ, ഒരു കോട്ടിങ് സെറ്റന് കിട്ടും. ഓക്കെ, ഇനി എന്താ, വൈ ഡസ് ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫെയ്ഡ്. എടാ, നമുക്കറിയാം ഈ കോപ്പർ സൾഫേറ്റിലെ ഈ കോപ്പറിനെ നമ്മുടെ സെറ്റൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് കയറിയാളിരിക്കും. അങ്ങനെ ആരായി മാറും, ZnSO4 ആയിട്ട് മാറും. അപ്പൊ കോപ്പർ സൾഫേറ്റിന്റെ നിറം മങ്ങും, നീല നിറം മങ്ങിപ്പോവും, ഫെയ്ഡായി പോവും. ആരാ ഉണ്ടായത്, പിന്നെ ZnSO4 അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും നിറം മങ്ങി പോകുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് അതിന് കാരണം, ഫെയ്ഡ് ആവാനുള്ള കാരണം.
നോക്കാം. സജസ്റ്റ് എ മെത്തേഡ് ടു പ്രിപ്പയർ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് സൾഫ്യൂരിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് മക്കളെ. എടാ NaCl സോഡിയം ക്ലോറൈഡിലേക്ക് H2SO4 ആഡ് ചെയ്താലുണ്ടാവും മക്കളെ. NaHSO4 ഉണ്ടാകുന്നുണ്ട്, പ്ലസ് HCl ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതിന് എങ്ങനെയാണ് ഇത് ഇക്വേഷൻ പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ് അല്ലേ. ഓക്കെ സെറ്റ്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. അതല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ രണ്ടും നമ്മൾ ഒരൊറ്റ ഡിസ്ക്രിപ്ഷനിലൂടെ കഴിഞ്ഞു പോയി. ശരി, ഇനി നോക്കാം. അയൺ ഇസ് മാനുഫാക്ചർഡ് യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വിച്ച് ആർ ദ മെറ്റീരിയൽസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. നമുക്കറിയാം എടാ ആരൊക്കെ നമ്മൾ ഇടുക. യെസ്, CaCO3 ഇടും അല്ലേ. പിന്നെ കാർബൺ ഇടും, അതായത് കോക്ക് നമ്മൾ കോക്ക് എന്ന് പറഞ്ഞ കാർബൺ ഇടും. പിന്നെ Fe2O3 എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാമറ്റേറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത്. വിച്ച് ഈസ് ദ കോമ്പൗണ്ട് ആക്ടിങ് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. അവിടെ രണ്ട് ഇക്വേഷൻ മാത്രം നമുക്ക് എഴുതാം. കാർബൺ പ്ലസ് O2 ഗീവ്സ് CO2 ഉണ്ടാകുന്നുണ്ട്. ഈ CO2 വീണ്ടും കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് CO ഉണ്ടാകുന്നുണ്ട്. ഈ CO ആണ് എന്ത് ചെയ്യുക, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. യെസ്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്ലാഗ് ഫോർമേഷൻ. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ സ്ലാഗ് ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതണം. നോക്കാം. സ്ലാഗ് ഫോർമേഷൻ ഇതെന്താ മക്കളെ. CaO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലക്സ് ആണ്. SiO2 എന്ന് പറഞ്ഞാൽ ഗ്യാങ് ആണ്. ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്നിട്ട് CaSiO3 എന്ന് പറയുന്നത് നമ്മുടെ ആരുണ്ടാവും സ്ലാഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇതാണ് സ്ലാഗ് ഫോർമേഷന്റെ ഇക്വേഷൻ. നമ്മളൊരു 3-4 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിലും പലപ്പോഴുമായിട്ട് എന്താ പറയാ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ സെറ്റാണ്. ഇതൊന്നും അത്ര ടഫ് ക്വസ്റ്റ്യൻ അല്ല, വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടോ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലിറ്റിക് സെല്ല്. നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കല്ലേ. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നുണ്ട്, വൈദ്യുതോർജ്ജം കൊടുത്തിട്ട് എന്താവും, രാസോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. സെറ്റ് അല്ലേ. റൈറ്റ് എനി 2 പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ്. നമുക്കറിയാം വൈദ്യുത ലേപനം, ഇലക്ട്രോലൈസിസ് അല്ലേ. ഓക്കെ, ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് വൈദ്യുത ലേപനം. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം. ശരി, ഇതിന്റെ ചില പ്രാക്ടിക്കലായ യൂട്ടിലിറ്റീസ്, ചില ഗുണങ്ങൾ, പ്രാക്ടിക്കലായ ഗുണങ്ങൾ ഒന്ന് നമുക്കറിയാം. എന്താണ്, നമ്മൾ മെറ്റൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി, ഇലക്ട്രോളിസിസ്. പിന്നെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. ഓക്കെ അല്ലേ, സെറ്റാണ്. യെസ്, ഓക്കെ. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി C2H4, C3H6, C4H8 ഇതൊക്കെ എന്താണ്, മെമ്പേഴ്സ് ഓഫ് എ ഹൈഡ്രോ കാർബൺ ഫാമിലിയാണ്, നമുക്കറിയാം അല്ലെ. ഇനി എന്താണ്, ടു വിച്ച് ഹൈഡ്രോ കാർബൺ ഫാമിലി ഡു ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്. ഇവർ ഏത് ഫാമിലിയിൽ വരും. അപ്പൊ എന്താ, ജസ്റ്റ് സ്ട്രക്ചർ വരയ്ക്കുക. ഒന്നാമത്തെ ആളുടെ ജസ്റ്റ് സ്ട്രക്ചർ വരയ്ക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ, C2H4 അല്ലേ. C2H4 അല്ലേ, എന്ത് ചെയ്യുക, 2 കാർബൺ വരയ്ക്കുക, 1 ബോണ്ട് കൊടുക്കുക, പ്ലസ് എന്ത് ചെയ്യുക, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതും ഫില്ല് ചെയ്യുക. ഇനി നോക്കുക, ഈ കാർബൺ സാറ്റിസ്ഫൈഡ് ആണോ, അല്ല. കാരണം കാർബൺ ചുറ്റും 4 ബോണ്ട് വരണം. ഇവിടെ ആകെ ഒരു ബോണ്ട്. ഈ കാർബൺ വെച്ച് നോക്കുമ്പോൾ 2 ബോണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഇയാൾക്ക് എത്ര ബോണ്ട്, 3 ബോണ്ട് അല്ലേ. ടോട്ടൽ 4 ബോണ്ട് വരണം. അപ്പൊ ഇനി എക്സ്ട്രാ 2 ബോണ്ടും കൂടെ കൊടുക്കണം. നോക്കടാ, ഒരു ബോണ്ട് കൊടുത്തു. അപ്പൊ എന്തായി, ഈ കാർബൺ സാറ്റിസ്ഫൈഡ് ആയോ, നോക്കടാ. 3 + 1 ഈ കാർബൺ ഓക്കെ. ഇവിടെ 1 + 3 ഈ കാർബൺ ഓക്കെ അല്ലേ. അപ്പൊ ഇത് ഏതാ വരിക, ട്രിപ്പിൾ ബോണ്ട് വരുന്ന ടീം ആരാ, ആൽക്കൈൻ അല്ലേ. ആൽക്കൈനുകളാണ്, YNE ആൽക്കൈനുകളാണ്. സെറ്റ്. ഇനി നോക്കാം. റൈറ്റ് എനി 2 റീസൺസ് ഫോർ ഇൻക്ലൂഡിങ് ദീസ് കോമ്പൗണ്ട്സ് ആസ് മെമ്പർ ഓഫ് ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസിൽ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഹോമോലോഗസ് സീരീസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. താഴെ കൊടുത്തത് ഏതെങ്കിലും 2 എണ്ണം എഴുതി എന്ത് ചെയ്യും, മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ സെറ്റ്. CH2 ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ഇവർ അല്ലേ. പിന്നെ എന്താ പറയാൻ പറ്റുക, ജനറൽ ഫോർമുല ഉണ്ട് ഇല്ലേ, ഉറപ്പല്ലേ, ജനറൽ ഫോർമുല എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തുള്ളത്, സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അതിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി എന്ത് ചെയ്യും, കറക്റ്റ് മാർക്ക് കിട്ടും. എനി 2 റീസൺസ് അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പറയാം, അനലൈസ് ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. അതൊക്കെ നമ്മൾ എത്ര വട്ടം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. ഓക്കെ നോക്കാം. ഇതെന്താടാ, ഷുഗർ അല്ലേ. ഷുഗറിലേക്കാണ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റഡ് ആയ H2SO4 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് കിട്ടും, കുറച്ച് കാർബൺ കിട്ടും, കുറച്ച് കരി കിട്ടും, പ്ലസ് ആ വാട്ടർ അങ്ങനെ നമ്മുടെ ഇയാൾ അല്ലേ എടുത്തിട്ടുണ്ടാവും. നോക്കാം. വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോം. ഏട്ടാ കാർബൺ സിമ്പിൾ ആണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എക്സിബിറ്റഡ് ഹിയർ, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലേ. നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിർജ്ജലീകാര ഗുണം ഉണ്ട് അല്ലെ. നിർജ്ജലീകാര ഗുണം അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ട ആൻസർ മലയാളത്തിൽ. ശോഷകാര ഗുണമുണ്ട്, ശോഷകാര ഗുണം അത് നമ്മൾ ഇയാൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്. ഓക്കെ അല്ലേ. ഡ്രൈയിങ് നേച്ചർ അല്ല.
ശോഷകാര ഗുണം അല്ല. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് സാൾട്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? അവിടെ ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പ്രശ്നമാക്കണ്ട. ബൈസൾഫേറ്റ് എന്നോ അല്ലെങ്കിൽ സൾഫേറ്റ് എന്നൊക്കെയാണ് ആൻസർ വരിക. അത് ശരിക്കും പറയുകയാണെങ്കിൽ സൾഫേറ്റ് സാൾട്ട് ആണ് എഴുതേണ്ടത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് NaHSO4 KHSO4 ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈസൾഫേറ്റ് ആണോ സൾഫേറ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഏകദേശം ആൻസർ വരിക. സൾഫേറ്റ് സാൾട്ടിന് എന്ത് ചെയ്യും, മക്കൾക്ക് മാർക്ക് കിട്ടും. ബൈസൾഫേറ്റ് ചെയ്താലും മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ NaCl H2SO4 ഒക്കെ റിയാക്ട് ചെയ്തിട്ട് NaHSO4 ഒക്കെ ഉണ്ടാകുന്നില്ലേ? ആ ഭാഗം എന്ന് വെച്ചൊരു കുറച്ചൊരു ടൈറ്റ് ആയ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി നോക്കാം. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 1 mole ഓഫ് എനി ഗ്യാസ് കെപ്റ്റ് അറ്റ് STP? എടാ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു മോഡൽ, ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് രാവിലെ ചെയ്തിട്ടുണ്ട്. നോക്കാം. എടാ ഇവിടെ എത്രടാ 1 mole ഓഫ് എനി ഗ്യാസ് നമുക്കറിയാം 22.4 ലിറ്റർ ആണ്. ഏതൊരു ഗ്യാസ് എടുക്കുകയാണെങ്കിലും അതിന്റെ വോളിയം വരിക. ഓക്കെ, അത് ഓക്കെ. ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് 64 gram ഓഫ്, ശ്രദ്ധിക്കണേ, 64 gram ഓഫ് ഓക്സിജൻ ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. നമുക്കറിയാം 64 gram എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 64 gram. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? നോക്കാം, ഇത് കറക്റ്റ് നമുക്ക് പറയാം. 64 gram എന്ന് പറഞ്ഞാൽ എത്ര മോളുകളാണ് കണ്ടെത്തുക? എത്ര മോളുകൾ ഓഫ് ഓക്സിജൻ കണ്ടെത്തുക? ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ O2 ആണ് കേട്ടോ. അപ്പൊ എത്ര മോൾ ഓക്സിജൻ ഗ്യാസ് ആണ് കണ്ടെത്തുക? നമുക്കറിയാം ഗിവൺ മാസ് ബൈ GMM ആണ് വരിക. നമുക്കറിയാം GMM. അപ്പൊ GMM കാണണ്ടേ? എത്ര GMM? O2ന്റെ GMM എത്ര മക്കളെ? 16 × 2 = 32 gram എന്ന് വരും. അപ്പൊ എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് അല്ലെ, മോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 64/32 = 2 moles. ഓക്കെ അല്ലേ? 2 മോൾസ് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 2 മോൾ ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ വോളിയം. ശ്രദ്ധിക്കണേ, കുറച്ചൊന്ന് ആലോചിക്കണം. വോളിയം ഓഫ് 64 gram ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? 64 എന്ന് പറഞ്ഞാൽ എന്താ? 2 മോൾസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും 2 മോൾ ഓക്സിജൻ ഗ്യാസിന്റെ വോളിയം എത്ര എന്ന് പറയാൻ പറ്റും. ചോദിച്ചോ, ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറയണമെങ്കിൽ 2 മോൾ ഓക്സിജന്റെ വോളിയം എത്ര എന്നാണ്. അപ്പൊ നമുക്കറിയാം 22.4 ആണ് എന്ത് വരിക? 1 മോളിന്റെ. അപ്പൊ 2 മോളിന്റെ എന്ത് വരും? × 2 = 44.8 liters എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അലുമിനിയം ഈസ് വെരി യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്. നേരത്തെ ഫുൾ പറഞ്ഞു, യെസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അലുമിനിയം ഈസ് വെരി യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്. വിച്ച് ഈസ് ദ ഓർ ഓഫ് അലുമിനിയം? നമുക്കറിയാം ബോക്സൈറ്റ് ആണ് അല്ലേ അലുമിനിയത്തിന്റെ ഓർ. എന്താ? വിച്ച് ഈസ് എ സൊല്യൂഷൻ ആഡഡ് ടു കോൺസെൻട്രേറ്റ് അലുമിനിയം ഓർ. അലുമിനിയം ഓറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ലീച്ചിങ് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? NaOH ആഡ് ചെയ്തിട്ട് അല്ലേ, ഹോട്ട് NaOH ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോക്സൈറ്റ് കോൺസെൻട്രേഷൻ നടത്തുന്നുണ്ട്. ശരി, ഇനെന്താ? വൈ ഈസ് ക്രയലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന ഡ്യൂറിങ് ഇറ്റ്സ് ഇലക്ട്രോലൈസിസ്? നമുക്കറിയാം അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്ത് ആഡ് ചെയ്താൽ? ക്രയലൈറ്റ് ആഡ് ചെയ്താൽ. അപ്പൊ സിംപിളി പറഞ്ഞാൽ ദ്രവണാങ്കം കുറക്കാനും വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയാണ് എന്ത് ചെയ്തത്? നമ്മൾ ക്രയലൈറ്റ് ആഡ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വേഗം പോകുന്നത്. ഇനി വൈ ഈസ് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ഓഫ് അലുമിനിയം അയോൺ. ഇതാണ് അലുമിനിയം അയോൺ. ഈ അലുമിനിയം അയോണിന് റിഡക്ഷൻ സംഭവിക്കുകയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അലുമിനിയം ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് അതിന്റെ റിഡക്ഷൻ ഇക്വേഷൻ വരിക. ഓക്കെ അല്ലേ? Al3+ കൂടി 3 ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടാൽ അലുമിനിയം മെറ്റലായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, റിഡക്ഷൻ ഓഫ് അലുമിനിയം അയോൺ. ഓക്കെ, സെറ്റ്. ഇനി നോക്കാം. 2 സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ആർ ഗിവൺ. 2 സിസ്റ്റം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ? ഇനി ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാം, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദീസ് റിയാക്ഷൻസ് പ്രഷർ ഹാസ് നോ എഫക്റ്റ്? നമ്മൾ പറഞ്ഞു അല്ലേ? നോക്കടാ, അതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ N2+ 3H2 gives 2NH3 എന്നുള്ള ഇക്വേഷൻ നോക്കാം. ഇതിൽ 1 ഉണ്ട്, 3 ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടേഴ്സ് എത്ര? 4 ആണ്. അത് എത്രയായി മാറുന്നുണ്ട്? 2 ആണ് ആയി മാറുന്നത്. പ്രോഡക്റ്റ് 2 ആണ്. അതുകൊണ്ട് ഇവിടെ പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. നമുക്ക് എന്താ? പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വേണ്ടി. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. നമ്മളിത് വ്യക്തമായിട്ട് പറഞ്ഞു പഠിച്ചു തന്നെയാണ് അല്ലേ? 2 HI എന്താവുന്നുണ്ട്? ഒരു ഹൈഡ്രജനും ഒരു അയോഡിനുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെയും 2 ആണ്, ഇവിടെയും ടോട്ടലി 2 ആണ് വരിക. അപ്പോൾ പ്രഷറിന് എഫക്റ്റ് അവിടെ ഇല്ല. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ പ്രഷറിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി എന്താ? വൈ പ്രഷർ ഹാസ് നോ എഫക്ട് ഇൻ ദിസ് റിയാക്ഷൻ? നമ്മൾ റീസൺ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഡു ദ ഫോളോവിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് റിയാക്ഷൻ? നോക്കണം. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. നമുക്കറിയാം ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ?
ഹൗ ഡു ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ റിയാക്ഷൻ 1? എടാ ഒന്നാമത്തെ റിയാക്ഷനിൽ മാത്രം നോക്കിയാൽ മതിയേ, ഒന്നാമത്തെ റിയാക്ഷനിൽ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ നോക്കടാ, കൂട്ടിയാൽ കുറക്കാൻ വേണ്ട പരിപാടി ചെയ്യും. അതായത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. കാരണം ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് വീണ്ടും വരും, അപ്പോൾ ടെമ്പറേച്ചർ വീണ്ടും കൂടും. അത് സിസ്റ്റത്തിന് പറ്റൂല. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി എന്താ പറയാൻ പറ്റുക, ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ. ഈ നൈട്രജന്റെ എമൗണ്ട് ഞാൻ കൂട്ടി, അപ്പോൾ എന്ത് വേണം, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഉറപ്പായിട്ടും കൂടണം. ഓക്കെ അല്ലേ? പുനഃപ്രവർത്തന വേഗത അല്ലെങ്കിൽ പുനഃപ്രവർത്തന നിരക്ക് കൂടി വരും. ഓക്കെ, അവസാനമായി എന്താ കഴിയാനായോ നോക്കാം അല്ലേ? ഏകദേശം കഴിയാനായി ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കാം. യെസ്, പറടാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവനിക് സെൽ ഈസ് ഗിവൺ. ഒരു ഗാൽവനിക് സെല്ലിലുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത് വേണം, വിച്ച് ഈസ് ദ ആനോഡ് ഇൻ ദിസ് ഗാൽവനിക് സെൽ. ആനോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴെന്താ, റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ആയിരിക്കും. ഇവിടെ സിങ്കും കോപ്പറും ആണുള്ളത്. അപ്പോൾ സിങ്കിനാണ് എന്ത്, റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ ആനോഡായിട്ട് ആര് വരിക, സിങ്ക് ആണ് വരിക. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. നോക്കടാ, ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ്ഡ് ആയി മാറുന്നുണ്ട്, സിങ്ക് അയോൺ ആയി മാറുന്നുണ്ട്, ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്. ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി എന്ത് പറയാൻ പറ്റും, റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. നമുക്ക് പറയാൻ പറ്റും ഫ്രം സിങ്ക് ടു കോപ്പർ അല്ലേ. ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ആളിൽ നിന്നും കുറഞ്ഞ ആളിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. സെറ്റ്. ഇനി റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു ഫ്രം സിങ്ക് ടു കോപ്പർ. വിച്ച് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഇൻ എ ഗാൽവനിക് സെൽ ടു അഷ്യൂർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം അവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും, ഒരു വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, സെറ്റ്. ഇനി ZnCO3 ഈസ് എൻ ഇമ്പോർട്ടന്റ് ഓർ ഓഫ് സിങ്ക് അല്ലേ. കലാമിനാണ് ZnCO3 എന്ന് പറഞ്ഞാൽ. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഓർ. ആ ടേബിൾ അല്ലേ, ആ ടേബിളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് ZnCO3 ഈസ് കൺവേർട്ടഡ് ടു ZnO. അപ്പൊ നമുക്കറിയാം കാർബണേറ്റുകളെയും ഹൈഡ്രേറ്റുകളെയും കാൽസിനേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഓക്സൈഡുകളാക്കി മാറ്റാറുള്ളത്. ശ്രദ്ധിക്കണേ. ആ കാൽസിനേഷൻ എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വായിച്ചു നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. കാർബണേറ്റ്സിന്റെ കാര്യം ഹൈഡ്രേറ്റ്സിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ, കാൽസിനേഷനിലൂടെയാണ് തീരുമാനിക്കുക. കാൽസിനേഷനിലൂടെയാണ് ചെയ്യുക. കാർബണേറ്റ്സ് ആണെങ്കിലും ഹൈഡ്രേറ്റ്സ് ആണെങ്കിലും. ഇവിടെ എന്താ, ഇതൊരു കാർബണേറ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, കാൽസിനേഷൻ ആണ് ചെയ്യുക. ഓക്കെ, സെറ്റ്. ഇനി നോക്കാം. വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു റിഫൈൻ സിങ്ക് മെറ്റൽ. ഡിസ്റ്റിലേഷനിലൂടെയാണ് സിങ്ക് മെറ്റൽ നമ്മൾ റിഫൈൻ ചെയ്യാറുള്ളത്. നമ്മൾ ആ ഡിസ്റ്റിലേഷൻ പറഞ്ഞാൽ പോയിന്റ് ആയിട്ട് സിങ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സിങ്ക്. ഓക്കെ, സെറ്റ്. ഇനി വിച്ച് പ്രോപ്പർട്ടി ഓഫ് സിങ്ക് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ റിഫൈനിങ് പ്രോസസ്. നമുക്കറിയാം സിങ്കിന് ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, അതിന്റെ തിളനില കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഡിസ്റ്റിലേഷനിലൂടെ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സെറ്റ്. ഇനി എന്താ, കംപ്ലീറ്റ് ദ ഫോളോവിങ് ഇക്വേഷൻ. എടാ നമ്മളിത് പറഞ്ഞ അമോണിയയുടെ എന്താ പറഞ്ഞത്, ലബോറട്ടറി പ്രിപ്പറേഷൻ അല്ലേ, അത് കംപ്ലീറ്റ് ആക്കുക. CaOH2 ആണ് അവിടെ വരിക. എ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് ഷോൺ ഓവർ അമോണിയ ഗ്യാസ്. റൈറ്റ് യുവർ ഒബ്സർവേഷൻ. നമുക്കറിയാം എന്തുണ്ടാവും, റെഡ് ലിറ്റ്മസ് പേപ്പർ കാണിക്കാന്നുണ്ടെങ്കിൽ എന്താവും മക്കളെ, അത് ബ്ലൂ ആയിട്ട് മാറും അല്ലേ. കാരണം ബേസിക് നേച്ചർ ഓഫ് അമോണിയ എന്താക്കും, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റും. ഇനി വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. CaO എന്ന് പറഞ്ഞ ആളാണ്, നമ്മൾ കുറെ വട്ടം പറഞ്ഞതാണ്. ഇനി വിച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ അമോണിയ റിയാക്ട് വിത്ത് HCl. നമുക്കറിയാം NH3യും HCl റിയാക്ട് ചെയ്താൽ അമോണിയം ക്ലോറൈഡ് കിട്ടും. ഇതെന്താണ്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൂടെയാണ് അല്ലേ, തിരിച്ചു നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും. സെറ്റാണ്. ഇനി പറയാൻ പറ്റും. യെസ്, അതോടുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയാണ്. അപ്പോൾ ഇതാണ് ഏകദേശം റിവ്യൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരിക്കലും നെഗറ്റീവായിട്ട് കാണരുത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് എക്സാമാണ്, നല്ല പേപ്പറാണ്. അപ്പോൾ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പഠിക്കാത്ത ആളുകൾക്കും എന്ത് ചെയ്യാം, നിങ്ങളിതൊരു ടേണിംഗ് പോയിന്റ് കണക്കാക്കുക, വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. ആ രീതിയിൽ എക്സാമിനെ കണ്ടിട്ട് SLC എക്സാം നല്ല മാർക്ക് വാങ്ങാൻ മക്കൾക്ക് പറ്റുന്നതെന്ന് വ്യക്തമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ആൾ.